മോർണിംഗ് ഗായ്സ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നും ഇവിടെ ഞാൻ പറഞ്ഞില്ല ട്രാഫിക് ബാനാണ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അടിപൊളി സ്വപ്നമൊക്കെ കണ്ട് യൂട്യൂബിൽ മില്യൺ വ്യൂസ് ഒക്കെ അടിക്കുന്ന സ്വപ്നമൊക്കെ കിടന്നുറക്കമായിരുന്നു. അപ്പോൾ ഒരുത്തം വന്ന് വിളിച്ചു, ഒരു പഞ്ചാബി. അവൻ്റെ വണ്ടിയിലെ ലോഡ് എനിക്കന്ന് പണി കിട്ടിയല്ല. അതേപോലെ ഞാൻ ഇന്നലെ കണ്ട് സംസാരിച്ചെടുത്തനാണ്. അപ്പോൾ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാ. പാർക്കിംഗ് കാണിച്ചു. ആ തുറന്നു കിടക്കുന്ന വണ്ടിയിലാണ്. ഇതാണ് പാർക്കിംഗ്. അവിടെയൊക്കെ ഒഴിഞ്ഞ് കുറേയൊക്കെ വണ്ടികളൊക്കെ പോയി. എല്ലാ റോഡൊന്നും ബാൻ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ബാൻ ഇല്ലാത്തവരൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ റൂട്ട് ബാനുള്ളത് കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ഈ വണ്ടികളൊക്കെ അധികവും ബാനുള്ള റൂട്ടിലൊക്കെ ഓടുന്നവരായിരിക്കും. അങ്ങനെ അതെല്ലാം അവിടെ കിടക്കുക. എന്തായാലും പോയെന്ന് നോക്കട്ടെ. ഇതാണ് സംഭവം. അവിടെ കുറേ മറിഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഫിക്സ് ചെയ്ത്. ബെൽറ്റ് കിടക്കുന്നുണ്ടോ മേലെ കൂടെ, അതാണ് ഒരു പ്രശ്നം പറ്റി. ഇപ്പോൾ നമ്മൾ ബെൽറ്റ് എല്ലാം റീഫിക്സ് ചെയ്തു. പിന്നെ അതാ ഫുഡ് സെറ്റ് ചെയ്തു. ഇതാണ് ഞാൻ വെച്ച റജ്മ കറി, ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയാണ്. दाल दाल इसको पकड़ो थोड़ा, वो हाँ अंदर ऐसे ही रखो, उधर ही रखो, उधर ही रखो, पकड़ के नीचे रखो ना, ठंडा होएगा थोड़ा. इसके ऊपर ऐसे रख दो. इसको भी डाल दो. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ സലാഡൊക്കെ ഉണ്ട്, സെറ്റ്. നല്ല അടിപൊളിയായിരുന്നു. വേണ്ട പഞ്ചാബി, ശ്രീലങ്കക്കാരനാണ് പുള്ളിയുടെ ഫ്രണ്ട് അപ്പുറത്തുണ്ട്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇറങ്ങിയപ്പോൾ രണ്ട് ബ്യൂട്ടിയൊക്കെ ഉണ്ട്. BMൻ്റെ സാധനം ഒരു രക്ഷയില്ല. ഏതാ മോഡലെന്നൊന്നും അറിഞ്ഞില്ല, പക്ഷെ പൊളി സാധനം. തിരിച്ച് വന്നപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പുറത്തിരുന്ന മോഡൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഞാൻ ഇവനെ നോക്കിക്കൊണ്ടിരുന്നുണ്ട്. ഏതായിരുന്നു എന്തോ. പിന്നെ ഒരു ജർമ്മൻ ബ്യൂട്ടിയൊക്കെ ഉണ്ട്. ആ മോനെ, എന്താ സാധനം, ഒരു രക്ഷയില്ല. എന്നെങ്കിലും ഞാനൊരെണ്ണം വാങ്ങിക്കും, ഇതേപോലെ ഒരെണ്ണം ഉറപ്പാണ്. കിട്ടില്ല ലുക്ക്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വണ്ടിയിൽ മറ്റേ പ്ലൈവുഡ് ആയിരുന്നു ലോഡ്. പ്ലൈവുഡ് ആണെന്ന് തോന്നുന്നു. മറ്റേ പാലറ്റായിട്ട് അടുക്കിയാണെന്ന് വെച്ചിരുന്നത്. പുള്ളി ബെൽറ്റ് അടിച്ചത് തെറ്റിപ്പോയതാണ്. ബെൽറ്റ് നമ്മൾ ഈ സൈഡ് പട്ടയുടെ മേലെ കൂടെ അല്ല ഉള്ളിൽ കൂടെ അടിക്കേണ്ടത് പുള്ളി മേലെ കൂടെ ഇട്ട്. അത് കാരണം ലോഡിന് സപ്പോർട്ട് കിട്ടിയില്ല. അപ്പം വളവൊക്കെ വീശിയ സമയത്ത് ബാക്ക് കുറച്ചുകൂടെ ഇത് കൂടുതലായിരിക്കുമല്ലോ വീശി എടുക്കുന്നതിൻ്റെ. ആ ഒരു ഇതിൽ പാലറ്റ് മറിഞ്ഞു. അങ്ങനെ കൊണ്ടുപോയാൽ മിക്കവാറും റിജക്റ്റ് ആവും, നമ്മുടെ കൊക്കക്കോള മറിഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പം ഞാനുണ്ടായിരുന്നു, പിന്നെ ഒരു 2 ശ്രീലങ്കക്കാരുണ്ടായിരുന്നു തൊട്ടടുത്ത് വേറൊരു വണ്ടിയിലുള്ള പുള്ളി. അവരെയും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ നിന്ന് അതെല്ലാം കൂടെ പിടിച്ച് റെഡിയാക്കി ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡടി എന്നാൽ പിന്നെ പുള്ളി പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഫുഡും കൂടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ശ്രീലങ്കക്കാരിൽ നിന്ന് ബസുമതി റൈസ് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചൊരു റജ്മ കറി ഉണ്ടായിരുന്നു, പുള്ളിയുടെ ദാലും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ വെച്ച് ഒരു സലാഡ് സെറ്റ് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വണ്ടിയിൽ വന്നു.